എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലുള്ള സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. അതായത് സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ഉള്ളിലുള്ള ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എങ്ങനെയാണ് നിർമ്മിച്ചെടുക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 500 വാട്ട്സ് ലോഡ് എടുക്കാവുന്ന അല്ലെങ്കിൽ 800 VAയുടെ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. അതായത് 12 വോൾട്ട് അല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മൾ ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത് ഇതിൻ്റെ തിയറിറ്റിക്കൽ പ്രകാരമുള്ള അല്ലെങ്കിൽ യഥാർത്ഥ കണക്ക് പ്രകാരമാണ് ഈ ഒരു ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ട്രാൻസ്ഫോമറായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ് ചിലപ്പോൾ ഇതിൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇത് യഥാർത്ഥത്തിലുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കൊടുക്കാവുന്ന കൃത്യമായ വാട്ട്സ് അല്ലെങ്കിൽ ലോഡ് ഇതിൽ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിൻ്റെ ഇല്ലെങ്കിൽ കണക്ക് പറയുമ്പോഴൊക്കെ ഇത് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോമർ 16 എന്ന കോറിൽ 3 ഇഞ്ച് വലിപ്പമുള്ള ട്രാൻസ്ഫോമറാണ്. അതായത് 16ൽ 3 ഇഞ്ച്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനോട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ കാണുന്നതാണ് നമ്മൾ വൈൻഡ് ചെയ്യാൻ പോകുന്ന 3 ഇഞ്ചിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ബോബിൻ. ഇതാണ് 16, അതായത് കോർ നമ്പറാണിത്. 3 എന്നുള്ളത് ഇഞ്ചാണ്. ഈ ഡയമെൻഷനാണ് ഇഞ്ച്. നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ വരുന്ന ഭാഗമാണ് നമ്മളുടെ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കണക്കാക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 3 ഇഞ്ചാണ്. ഈ സൈഡ് വരുന്നത് 1.5 ഇഞ്ചാണ്. നമുക്ക് ഈ കോറ് നോക്കാം. കോറ് 4 ഇഞ്ചാണ്. കോറിൻ്റെ നീളം, പൊക്കം 3 ഇഞ്ചാണ്. അതേപോലെ ഇതിൻ്റെ ഐ കോറും ഈ സെയിം വലിപ്പം തന്നെയാണ്. ഇതിൻ്റെ നീളം 4 ഇഞ്ചാണെങ്കിലും ഇതിൻ്റെ തിക്നെസ് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കോറ് ഫില്ല് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു സൈഡിലോട്ടും സെക്കൻഡ് അടുത്ത സൈഡിലോട്ടും ഇങ്ങനെയാണ് കോറ് ഫില്ല് ചെയ്യേണ്ടത്. കോറ് ഫില്ല് ചെയ്ത് ഈ ഭാഗത്താണ് ഐ കോറ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം ഈ കോറ് ഫുള്ള് ഫില്ല് ചെയ്ത ശേഷം പുറത്തെടുത്തിട്ട് സൈഡിൽ കൂടി ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു കോറ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലാണ് ഈ ഐ കോറ് ഇതേപോലെ ഫില്ല് ചെയ്യേണ്ടത്. ഇതാണ് ഐ കോറ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇതിന് സൂട്ടായിട്ടുള്ള കോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്കൊന്ന് നോക്കാം. ഇതിന് 3 ഇഞ്ച് മതിയെങ്കിലും 3 ഇഞ്ചിൽ കൂടുതലാണ് നമ്മൾ കരുതേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 3.5 ഇഞ്ച് അടുത്തുണ്ട്. അതേപോലെ ഇതാണ് ഈ കോറ്. അപ്പോൾ ഈ കോറും ഏകദേശം 3.5 ഇഞ്ച് അടുത്തുണ്ട്. ഇതിന് വേണ്ട നെട്ടും ബോൾട്ടുമാണ് ഇത്. സൈക്കിൾ സ്ക്രൂ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതേപോലെ ട്രാൻസ്ഫോമർ നമുക്ക് ഫൗണ്ടേഷനായിട്ട് വരുന്നത് ഇതേപോലത്തെ സി ക്ലാമ്പോ ഇല്ലെങ്കിൽ ഇത് തന്നെ എൽ ക്ലാമ്പായിട്ട് വരുന്നതുകൊണ്ട് ഈ ഒരു പീസ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. എൽ ക്ലാമ്പിന് ഇങ്ങനെയാണ് ക്ലാമ്പ് ഇരിക്കുന്നത്. ഇനി ഈ 3 ഇഞ്ചിനെ വൈൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള മരക്കട്ട ഫില്ല് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ മരക്കട്ട ഇറങ്ങി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു മരക്കട്ട കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇട്ട ശേഷം ഇതിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ച് 2 സൈഡിലും ഇതേപോലെ സൈഡ് വാൾ വെച്ചു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ബോബിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകാതിരിക്കാനാണ് സൈഡ് വാൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ആദ്യം വൈൻഡ് ചെയ്യുന്നത് പ്രൈമറി ആണെങ്കിൽ സെക്കൻഡറിയിൽ ഈ സൈഡിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഇതേപോലെ വുഡൻ പീസോ മൾട്ടിവുഡിൻ്റെ പീസോ വെക്കുക. എന്തുകൊണ്ടെന്നാൽ പ്രൈമറിയിൽ വൈൻഡ് ചെയ്ത് കോപ്പർ ഫില്ല് ആയതുകൊണ്ടും ഈ സെൻറ്റർ പാർട്ടീഷൻ ഇതേപോലെ ബെൻഡായി ഇപ്പുറത്തോട്ട് വളഞ്ഞു പോയി കഴിഞ്ഞാൽ സെക്കൻഡറി ഇടാൻ നേരത്തെ നമുക്കിവിടെ ഗ്യാപ്പ് കറക്റ്റ് ആകാതെ വരും. അതേപോലെ ഇത് പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ കൂടുതൽ ബെൻഡായിരിക്കുവാനോ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ തന്നെയാണ്. അതായത് 3 ഇഞ്ച് വലിപ്പമുള്ള ട്രാൻസ്ഫോമറാണ്. ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന വാട്ട്സ് 500 ആണ്. അപ്പോൾ 500 വാട്ട്സ് ലോഡ് ചെയ്യാമെങ്കിൽ ഇതിൻ്റെ VA ഏകദേശം 800 VA ഇല്ലെങ്കിൽ 700-750 VA. ഇപ്പോൾ 800 VA ആണെങ്കിൽ ഏകദേശം 600 വാട്ട്സ് എടുത്ത് ലോഡ് ചെയ്യാം. അതിന് ഉതകുന്ന ഒരു ട്രാൻസ്ഫോമർ തന്നെയാണിത്. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് അളന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് നോക്കുന്നത്. 3 ഇഞ്ച് വലിപ്പമാണ് ഈ ട്രാൻസ്ഫോമറിനുള്ളത്. 16ൽ 3 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഇങ്ങനെയുള്ള സൈസ് 4.5 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്ന സെക്ഷൻ, അതായത് കോയിൽ ഇതിൽ ഇറക്കുന്ന സെക്ഷനും
ഇതിൽ വാർണിഷ് ഒഴിക്കുന്ന സെക്ഷനല്ല ഇതിന് മുമ്പേയുള്ള വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് അത്രയും ഭാഗം ഞാൻ ഒഴിവാക്കിയത് വീഡിയോയുടെ ലെങ്ത് കുറക്കാനാണ്. കാരണം മാനുവൽ ബൈൻഡിങ് മെഷീനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, അതായത് കൈകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അത്രയും ടൈം നമുക്ക് കുറക്കാം. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അത് കുറച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ സൈഡൊന്ന് നോക്കാം. 3.5 ഇഞ്ചാണ് ഇതിൻ്റെ സൈഡ്. ഇതാണ് ഇതിൻ്റെ അടിവശം. ഇത് 4 ഇഞ്ച് നമ്മൾ അവിടെ നോക്കിയത്. ഇത് 3 ഇഞ്ച്. ഇതാണ് ഇതിൻ്റെ പക്കുവശം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കമ്പിയാണിത്. 2 കമ്പി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൈമറി സെക്ഷനാണ്. നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ശരിക്കും ഇത് സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ തിയററ്റിക്കൽ പ്രകാരം ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. അതായത് ഇതിൻ്റെ ഡാറ്റ ഇതിൻ്റെ അവസാനം കാണിക്കുന്നതാണ്. ഇതിൽ 250 വോൾട്ടാണ് പ്രൈമറിയിൽ ചുറ്റിയിരിക്കുന്നത്. അതേപോലെ സെക്കൻഡറിയിൽ ഈ 250-ന് ആനുപാതികമായിട്ട് തന്നെ 6-നും 8-നും ഇടയിൽ വരുന്ന രീതിയിലുള്ള വോൾട്ടേജാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടിന് വ്യതിയാനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ 250 വോൾട്ട് വരെ ഇൻപുട്ട് കയറിയാലും നമ്മളുടെ ട്രാൻസ്ഫോമറിനോ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ പ്രവർത്തനത്തിനോ യാതൊരുവിധ കോട്ടവും സംഭവിക്കുന്നതല്ല. അതായത് 8 വോൾട്ടിൽ താഴെ നിൽക്കുന്നതാണ്. മാക്സിമം 8 വോൾട്ടായിരിക്കും ഇവിടെ വരുന്നത്. അതുകൊണ്ട് സൈൻ വേവ് ഇൻവെർട്ടർ അതിൻ്റെ ഔട്ട്പുട്ട് സൈൻ വേവ് തന്നെ ആയിരിക്കുള്ളൂ, സ്ക്വയർ വേവിലോട്ട് പോകുന്നതല്ല. നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. മൾട്ടിമീറ്റർ AC റേഞ്ചിലിടുക. ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് 6.68 ആണ്. അതായത് നമുക്ക് ചാർജിങ്ങിൽ യാതൊരുവിധ തടസ്സവും വരുന്നില്ല. കാരണം 6-നും 8-നും ഇടയ്ക്ക് തന്നെയാണ് വോൾട്ടേജ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ട് ഒന്ന് നോക്കാം. 222 വോൾട്ടാണ് ഇൻപുട്ട്. അതായത് AC റേഞ്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഔട്ട് കുറഞ്ഞത്. AC റേഞ്ച് ഇവിടെ കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഔട്ട് 8-നടുത്ത് കിട്ടുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ഡാറ്റ ഷീറ്റ് ഒന്ന് നോക്കാം. അതായത് ഇതിൽ ചുറ്റിയിരിക്കുന്ന കമ്പിയുടെ വലിപ്പവും ടേൺസും കൃത്യമായിട്ട് തന്നെ നോക്കാം. അതായത് 16-ൽ 3 ഇഞ്ചിൻ്റെ ഡാറ്റ ഷീറ്റാണ് സൈൻ വേവ്. അതായത് സൈൻ വേവിൻ്റെ കൃത്യമായിട്ടുള്ള ഇല്ലെങ്കിൽ അതിൻ്റെ തിയററ്റിക്കൽ പ്രകാരമുള്ള ഒരു ഡാറ്റ ഷീറ്റാണിത്. അത് പ്രകാരമാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. 4 നമ്പർ 16, ബോബിൻ സൈസ് 1.5 ഇഞ്ച് ഇൻറ്റു 3 ഇഞ്ച്. അതായത് ഇങ്ങനെയുള്ള വലിപ്പമാണ്. ഇത് 1.5 ഇഞ്ച്, ഇവിടെ 3 ഇഞ്ച്. നമുക്കിതിൻ്റെ പ്രൈമറി വൈൻഡിങ് ഒന്ന് നോക്കാം. 21 SWG വയറിട്ടാണ് നമ്മളിവിടെ ചുറ്റുന്നത്. 21x1, അതായത് സിംഗിൾ വയറിട്ടാണ് ചുറ്റേണ്ടത്. ഇതിൻ്റെ ടേൺസ് 416 ആണ്. അടുത്തത് സെക്കൻഡറി നോക്കാം. 12 SWG ആണ് ഇവിടെ ചുറ്റേണ്ടത്. 12x2 13 ടേൺസ് ആണ് വേണ്ടത്. ഇതിൻ്റെ എല്ലാം പ്രൈമറി നമുക്ക് ഇല്ലെങ്കിൽ ഇതിൻ്റെ കണക്ക് വരുന്നത് 250 വോൾട്ടിനാണ് ചുറ്റേണ്ടത്. 250 വോൾട്ട് വരെ കയറി വന്നാലും ബാറ്ററി ചാർജിങ്ങിൽ യാതൊരു പ്രശ്നമില്ല. ഇനി നമുക്കിതിൻ്റെ ടേൺ പെർ വോൾട്ട് നോക്കാം. 416 ഡിവൈഡഡ് ബൈ 250 വോൾട്ട്. 416 ടേൺ ആണ് 250 വോൾട്ട്. അതായത് ഒരു ചുറ്റിന് വേണ്ടിയുള്ള വോൾട്ട്. അപ്പോൾ ഒരു വോൾട്ടിന് എത്ര ചുറ്റ് വേണം എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. 416 ഡിവൈഡഡ് ബൈ 250 ഇസ് ഈക്വൽ ടു 1.664 ടേൺസ്. ഇനി നമുക്കിതിൻ്റെ വോൾട്ട് പെർ ടേൺസ് നോക്കാം. ഒരു ചുറ്റിന് വരുന്ന വോൾട്ട് എത്രയാണെന്ന് നോക്കാം. അതായത് VPT. ഇത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ട് പെർ ടേൺ കിട്ടും. 250 വോൾട്ട് ഡിവൈഡഡ് ബൈ 416 ടേൺ ഈസ് ഈക്വൽ ടു 250 വോൾട്ട് ഡിവൈഡഡ് ബൈ 416 ഈസ് ഈക്വൽ ടു 0.6000. അപ്പോൾ നമുക്ക് 0.60 ടേൺ ആയിട്ട് കൂട്ടാം. ഇനി നമുക്ക് 250 വോൾട്ടിന് ഈ 416 ടേൺ എങ്ങനെ വന്നെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു 0.60 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ 0.60 വോൾട്ട് ഇൻറ്റു 416 ടേൺ ഇസ് ഈക്വൽ ടു 0.60 ഇൻറ്റു 416 ഇസ് ഈക്വൽ ടു 249.6 വോൾട്ട്, അല്ലെങ്കിൽ 250 വോൾട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തത് ഇത് പ്രൈമറിയാണ്. അടുത്തത് സെക്കൻഡറി 0.60 വോൾട്ട് ഇൻറ്റു 13 ടേൺ ആണ് ഈസ് ഈക്വൽ ടു 0.60 ഇൻറ്റു 13 ടേൺ ഈസ് ഈക്വൽ ടു 7.8 വോൾട്ടാണ്. അതായത് ഇതിൻ്റെ റേഞ്ച് 6-നും 8-നും ഇടയ്ക്കാണ് റേഞ്ച് വരുന്നത്. സൈൻ വേവ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വോൾട്ട് നമുക്ക് ഇവിടെയുണ്ട്. അതേപോലെ ബാറ്ററി ചാർജിങ്ങിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് ഇവിടെയുണ്ട്. അതായത് സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ തിയറിറ്റിക്കൽ പ്രകാരമുള്ള വോൾട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കണക്ക് വെച്ചിട്ട്, അതായത് ഈ 1.664 ടേൺസ് വെച്ചിട്ട് 250 വോൾട്ടിൻ്റെ ടേൺസ് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം.
1.664, അതായത് പ്രൈമറിയിൽ വരുന്നതാണ്. 1.664 ടേൺസ് ഇൻറ്റു 250 വോൾട്ടിന് 1.664 ഇൻറ്റു 250 ഈക്വൽ ടു 416 ടേൺ. നമുക്ക് പ്രൈമറിയിലെ ടേൺസ് കിട്ടി. ഇനി സെക്കൻഡറിയിലെ ടേൺസ് നോക്കാം. 1.664 ടേൺസ് ഇൻറ്റു 7.8 വോൾട്ട്. 1.664 ഇൻറ്റു 7.8 വോൾട്ട്. അതിന് വേണ്ട ടേൺസാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 12.9792, അതായത് 13 ടേൺ. അപ്പോൾ നമുക്ക് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും വോൾട്ടിനനുസരിച്ചുള്ള ടേൺസ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായി. ഇനി നമുക്കിതിൻ്റെ കോറിൻ്റെ അളവുകൾ നോക്കാം. ഈ കോറ് 2 കിലോ 750 ഗ്രാം. അതേപോലെ ഐ കോറ് 1 കിലോ 50 ഗ്രാം. എൽ ക്ലാമ്പ് 4 എണ്ണം 130 ഗ്രാം. സ്ക്രൂസ്, അതായത് സൈക്കിൾ സ്ക്രൂസ് ആണ്, അത് 3.5 ഇഞ്ചിൻ്റെ നീളമുള്ളത് 8 എണ്ണം 50 ഗ്രാം. ഇനി കോപ്പറിൻ്റെ അളവ് നോക്കാം. പ്രൈമറിയിൽ ചുറ്റുന്ന 21 SWG കോപ്പറിൻ്റെ വെയിറ്റ് ആണ് 3 കിലോ 750 ഗ്രാം. സെക്കൻഡറിയിൽ ചുറ്റുന്ന 12 SWG കോപ്പറാണ് 350. ഇനി ഇതെല്ലാം ഫൈനലായിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്ന് നോക്കാം. 7 കിലോയാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിരിക്കുന്നത്. എത്രയുമാണ്? 16-ൽ 3 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 500 വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന ട്രാൻസ്ഫോമർ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് 500 വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന അല്ലെങ്കിൽ 800 VAയുടെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.